السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ 12 വർഷത്തോളം ഖബറിൽ ചോദ്യം ചെയ്തു. ചരിത്രം പൂർണ്ണമായി എല്ലാവരും കേൾക്കണം ഇൻഷാ അല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയും ലോകത്ത് തുല്യതയില്ലാത്ത നീതി എല്ലാവരാലും പ്രശംസിക്കപ്പെട്ട ഭരണം നടത്തുകയും ചെയ്ത അഷ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട, സ്വർഗത്തിൽ അദ്ദേഹത്തിന് ഒരു കൊട്ടാരമുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൃക്സാക്ഷി വിവരണം നടത്തിയ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വവും സ്ഥാനവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരും പറയാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയ കാര്യവുമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കേവലം ഒരു ഔദാര്യമായിട്ട് കിട്ടിയതാണോ ഈ കാര്യങ്ങളൊക്കെ? അള്ളാഹുവിൽ നിന്നൊരു ഔദാര്യമായിട്ട് കിട്ടിയതാണോ ഇതെല്ലാം? അല്ല. ഈ കാര്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായിട്ട് അല്ലാഹു തആല നൽകിയതാണ് ഇതൊക്കെ. അത്രമാത്രം മോശമായ രീതിയിൽ ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സുപ്രഭാതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി അബൂജഹലിന്റെ ആജ്ഞ അനുസരിച്ച് 100 ഒട്ടകം മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവരുന്ന ആൾക്ക് 100 ഒട്ടകം സമ്മാനം നൽകാമെന്നുള്ള ആ മോഹത്തോടുകൂടെ മുത്തുനബിയെ വധിക്കാൻ വേണ്ടി വന്ന അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം തൗഹീദിലേക്ക്, അത്രമാത്രം മോശമായ രീതിയിൽ ജീവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിലേക്ക് വന്നപ്പോൾ ലോകത്ത് സമാനരില്ലാത്ത മുഖമായി പരിണമിച്ച അദ്ദേഹത്തിന്റെ ഉദാഹരണം നമുക്ക് ചരിത്രത്തിൽ കൂടെ കാണാവുന്നതാണ്. മഹാനവറുകൾ ഏത് സമയത്തും ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയിലും അതിന്റെ എല്ലാവിധ ചുറ്റുപാടുകളും ഒപ്പിക്കുന്ന തിരക്കിലുമായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ അധികമായിരുന്നു. മഹാനവറുകളുടെ മുഖത്ത് 2 കറുത്ത വരകൾ മുഖത്ത് കാണാമായിരുന്നു. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ട് എന്ന് ഹുല്യത്തുൽ ഔലിയ എന്ന് പറയുന്ന കിതാബിന്റെ 1-ാം വാള്യം 140-ാമത്തെ പേജിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ആ രീതിയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചുകൊണ്ട് അള്ളാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത മേന്മകളാണ് ഇതെല്ലാം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരം ബാത്തിലാകാത്ത രീതിയിലുള്ള തേങ്ങിക്കരയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. തേങ്ങിക്കരയും നിസ്കാരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ തന്നെ വിശദീകരിക്കുകയുണ്ടായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവസാനം വഫാത്താകുന്നത് നമുക്ക് അറിയാം. അബൂലുഅലത്ത് എന്ന് പറയുന്ന ഒരാളുടെ കുത്ത് ഏറ്റാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ കുത്തുകൊണ്ട് കുടൽമാല പുറത്തു വന്ന് പള്ളിയിൽ കിടക്കുന്ന സമയത്ത് മഹാനവറുകളുടെ പ്രഖ്യാപനം, എനിക്ക് ഭൂമി മുഴുവനും സ്വർണം ആയിരുന്നുവെങ്കിൽ, ഭൂമി മുഴുവനും സ്വർണം അള്ളാഹു നൽകിയിരുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് പകരം തേടാൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മുഴുവനും സാധുക്കൾക്ക് കൊടുക്കുമായിരുന്നു.
എല്ലാ നിലക്കും സൂക്ഷ്മ ജീവിതം നയിച്ച മഹാനവറുകൾ സ്വർഗത്തിലാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു. സ്വർഗത്തിൽ മഹാനവറുകളുടെ കൊട്ടാരം ഞാൻ കണ്ടു എന്ന് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഈ അവസ്ഥയിലുള്ള ഉമർ റളിയല്ലാഹു അൻഹു പോലും അവസാന നിമിഷം വരെയും അദ്ദേഹത്തിന്റെ ആഖിറത്തിന്റെ അവസ്ഥയെ കുറിച്ച് പേടിച്ച് കരയുന്നവരായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അത്തരം ഒരു ഉറപ്പ് നമുക്കാർക്കും കിട്ടിയിട്ടില്ല. സ്വർഗത്തിൽ ആണ് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. സ്വർഗത്തിൽ അക്ഷരത്തിൽ മുബശ്ശിരീങ്ങൾ 10 ആൾക്കാർ സ്വർഗത്തിലാണെന്ന് മുത്തുനബി തങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, അത്ര ഉറപ്പ് കിട്ടിയ ആളാണ് അദ്ദേഹം. എന്നിട്ട് പോലും അയാൾക്ക് പോലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നതുവെങ്കിൽ എല്ലാ സമയത്തും അധാർമികതയിലും അതുപോലെ മറ്റ് തെറ്റുകളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെ പോലെയുള്ളവരുടെ ഗതി എന്താകുമെന്ന് ആലോചിക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തുകൊണ്ട് പള്ളിയിൽ കിടക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ കയറി ചെന്നിട്ട് മഹാനവറുകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്നവരെ നിങ്ങൾ സന്തോഷിക്കൂ. അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് ധാരാളം പട്ടണങ്ങളെ കീഴ്പ്പെടുത്തുകയും ധാരാളം സംവിധാനങ്ങൾ ഒരുക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിനും മുസ്ലിമുകൾക്കും എല്ലാം അത് ഒരിക്കലും നഷ്ടമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. കാപ്പട്യത്തിന്റെ മുഴുവൻ മുഖങ്ങളെയും പീതെറിഞ്ഞ ആളാണല്ലോ താങ്കള്. നിങ്ങളുടെ ഭരണത്തിൽ എല്ലാ ഭാഗത്തും ഭക്ഷണം എത്തിക്കുന്ന വിഷയത്തിൽ വളരെ ശുഷ്കാന്തി കാണിച്ചവർ ആണല്ലോ നിങ്ങൾ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, യാ ഇബ്നു അബ്ബാസ്, എനിക്ക് ഈ ദുനിയാവിൽ കിട്ടിയ ഒരു ചെറിയ അധികാരത്തിന്റെ പേരിലാണോ നിങ്ങൾ എന്നെ ഇത്രമാത്രം പ്രശംസിക്കുന്നത്? അതുമാത്രമല്ല, എല്ലാ വിഷയത്തിലും നിങ്ങൾ മികവ് പ്രവർത്തിച്ചവർ തന്നെയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും ആവർത്തിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു അബ്ബാസ്, അള്ളാഹുവിന്റെ അധികാരത്തിലാണ്, വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിന്റെ അധികാരത്തിലാണ് എന്റെ ശരീരം. അങ്ങനെയുള്ള അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് എങ്ങനെയാണോ, ഞാൻ അധികാരത്തിൽ കയറിയത്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആദ്യം ഞാൻ എങ്ങനെയാണ് അധികാരത്തിൽ കയറിയത്, അതീ അവസ്ഥയിൽ ഞാൻ അധികാരത്തിൽ നിന്ന് പുറത്തു വന്നാൽ വരാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇന്നത്തെ ഈ കാലഘട്ടത്തില് അധികാരം കിട്ടുന്നവര് തട്ടിപ്പും വഞ്ചനയും കള്ളവും അങ്ങനെ പലതായ അക്രമത്തിലൂടെ അനീതിയിലൂടെ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രഖ്യാപനം ലോകത്തിന് പാഠമാണ്. എനിക്കൊരു കുറ്റവുമില്ല, ഒരു കൂലിയും വേണ്ട, ഒന്നും വേണ്ട, ഒരു കുറ്റവും ഇല്ലാതിരുന്നാൽ മതി. ആ രീതിയിൽ തന്നെ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒരു ഹദീസിൽ കാണുന്നു, ആകാശത്ത് നിന്ന് ഒരു വിളിച്ചു പറയുന്ന ആൾ, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് തന്നെയാണ് കേട്ടോ. ആകാശത്ത് നിന്ന് ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിൽ കടക്കൂ, എല്ലാവരും സ്വർഗത്തിൽ കടക്കൂ, ഭൂമിയിലുള്ള എല്ലാവരും സ്വർഗത്തിൽ കടക്കൂ, ഒരാൾ ഒഴികെ. ഞാൻ അപ്പോൾ പേടിച്ചുപോയി, അത് ഞാനാകുമോ എന്ന്. എല്ലാവരും സ്വർഗത്തിൽ കടക്കൂ, ഒരാളൊഴികെ. അത് ആ ഒരാളൊഴികെ എന്ന് പറഞ്ഞപ്പോൾ അയാള് ഞാനാണോ എന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവരും നരകത്തിൽ കടക്കൂ എന്ന പ്രഖ്യാപനം വന്നു. അപ്പോൾ ഒരാളൊഴികെ മറ്റുള്ള എല്ലാവരും നരകത്തിൽ കടക്കും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, പടച്ചവനെ, ആ ഒരാളൊഴികെ എന്ന് പറയുന്ന കൂട്ടത്തില് ആ സ്വർഗത്തിന്റെ അവകാശി ഞാനാണോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഇബ്നു അബ്ബാസെ, ഇത്രമാത്രം ആഖിറത്തെ കുറിച്ച് പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞാൽ നമുക്ക് തീരുകയില്ല. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
അദ്ദേഹം വഫാത്തായതിന് ശേഷം സ്വപ്നത്തിൽ കാണുകയാണ്. ഉമർ റളിയല്ലാഹുവിനോട് മകൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, മകനെ, അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് എനിക്ക് അവൻ ചൊരിഞ്ഞു തന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ആശ്വാസമായി. അൽഹംദുലില്ലാഹ്, ഖൈറ് തന്നെയാണ് ഖബറിൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് ചോദിക്കുകയാണ്, മകനെ, എത്ര വർഷമായി നിന്റെ ഉപ്പയായ ഞാൻ മരണപ്പെട്ടിട്ട്? സ്വപ്നത്തിലാണ് മകൻ പറയുന്നു, നിങ്ങൾ മരണപ്പെട്ടിട്ട് 12 വർഷമായിരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖബറിൽ ഉണ്ടായ ഈ 12 വർഷത്തോളം ഇന്ന് വരെ ഖബറിൽ ഞാൻ ഹിസാബിനെ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് ആ ഹിസാബിൽ നിന്ന് ഞാൻ മോചിതനായത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രമാത്രം ശുഷ്കാന്തിയിൽ ജീവിച്ച, ഇത്രമാത്രം ആത്മാർത്ഥതയിൽ ജീവിച്ച, ഇത്രമാത്രം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വരെ 12 വർഷത്തോളം ഖബറിൽ ഹിസാബിനെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാധുക്കളായ നമ്മുടെ അവസ്ഥ എന്താണ്? റഹ്മാനായ റബ്ബേ, ഖബറിന്റെ അസാബിൽ നിന്ന്, മഹ്ശറിയുടെ അസാബിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അതിനുള്ള അഅ്മാലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.